എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മഹാബലിപുരത്തെ ചില മനോഹര കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. ചരിത്രവും മിത്തും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടുത്തെ യാത്രകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് യാത്ര തുടങ്ങിക്കോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഒരു 10-15 നിമിഷത്തെ യാത്രയ്ക്കുള്ളിൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ബസ് പാർക്ക് ചെയ്തെടുത്തു നിന്നും കുറച്ച് ദൂരം നടക്കാണ്ട്. വഴിയുടെ രണ്ട് സൈഡിലും നിറച്ചും കച്ചവടക്കാരുണ്ട്. മാല വിൽക്കുന്നവർ, കൗതുക വസ്തുക്കൾ വിൽക്കുന്നവർ, 7 മുതൽ 9 വരെ മാങ്ങ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ആൾക്കാർ, കുറേ കച്ചവടക്കാരുണ്ട്. കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ. നല്ല കത്തിക്കാളുന്ന വെയിൽ. അപ്പോൾ ഈ രാക്ഷസപ്പാറ കൃഷ്ണാസ് ബട്ടർകപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് വളരെ ഭീമാകാരമായ ഒരു പാറ തന്നെയാണ്. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഞാൻ. പിന്നെ ഗൈഡ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അല്ലാതെ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കാണുക. വളരെ മനോഹരമായ കാഴ്ചകളാണ്. പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളിലേക്ക്, നമ്മുടെ പൂർവികരുടെ കലാവൈഭവത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് അമ്മൂസ് ട്രാവലോഗ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് സോസേജ് ട്രീ എന്നറിയപ്പെടുന്നു. ആഫ്രിക്കൻ ട്രീ ആണ്. സ്പെഷ്യൽ മരങ്ങളോ ആഫ്രിക്കൻ സോസേജ് ട്രീ എന്നാണ് ഇതിന് പറയുന്നതെന്ന് പറയുന്നു. ഇത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും വന്ന് പൊട്ടിച്ചുകൊണ്ട് പോയതിനല്ലേ. പക്ഷെ എന്താ അതിൻ്റെ ഗുണം എന്നുള്ളത് ഞാൻ നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും ഗുണം ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. നോക്കട്ടെ. ആ, ഉരുകാത്ത ബട്ടർ. ഈ വെയിലത്തൊന്നും ഉരുകാത്ത ബട്ടർ. അതെ, ഈ പറയുന്ന ഇങ്ങനെ ഈ പേരിട്ടേക്കുന്ന ഇത് വന്ന് അനക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ചോള രാജാവായിട്ടുള്ള രാജരാജ ചോളൻ ഒന്നാമൻ അവരുടെ ആൾക്കാരുമായിട്ട് വന്നിട്ട് ഇതിങ്ങനെ കുലിക്കാൻ വേണ്ടി ശ്രമിച്ചു. മാക്സിമം ആനകളെ വെച്ച് ഒലിപ്പിച്ച് നോക്കിയിട്ട് ഞങ്ങളുടെ 2 കോർഡിനേറ്റർമാരിൽ ഒരാളായ നിബിൻ സാർ. അങ്ങനെ അത് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇതുവരെ പിടിയിട്ടിട്ടില്ല. അങ്ങനെയാണ്. അപ്പം ഇതിനെ സംബന്ധിച്ച് ഇത് ഇതിങ്ങനെ ഇരിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടാ എന്നുള്ള രീതിയിലാണ് നമ്മളെ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന തഞ്ചാവൂർ ബൊമ്മ ഐറ്റംസ്. സാർ അങ്ങോട്ട് പോകണം. സാറേ My name is Arun. Very nice to see you. So first I will explanation about this village history. Then we'll continue the monuments. Okay. So this village now we call 2 different names. The old name we called Magabalipuram. In Magabalipuram meaning, Maga means great, Bali means sacrifice, in Puram means village. So we call great sacrifice village. So now we call the second name Ma Mallapuram. The great Malla means the king was a wrestler, good fighter. So the local people giving to the nickname Ma Malla. In Puram is a village. So we call great wrestler of village. So this village ruled by was 3 dynasties. The first was Pallava dynasty. Architectures. The first one architecture's name is called a rock cut cave temple. We take one huge rock, means a scoop out, then we'll carve it. The second architecture, monolithic temple. The monolithic means single stone. The work will start on the top, finish on the bottom. Never even any mistakes. In third architecture, open air. This architecture in the world is only 2 places. The first was here, in second was Angkor Wat, Cambodia. In Angkor Wat, Cambodia, sandstone. Here granite stone. Here 6th to 7th century, Angkor Wat 11th century. But same dynasty, we built it in Angkor Wat. The fourth architecture, stone by stone, structural model. So this all completed here 6th to 7th century. A 1400 years oldest temple. This temple, everything the king time, praying temple. But now no more praying here. Because now is undertaking Archaeological Survey of India 1958. Then after 1984, this village declared by UNESCO Sightseeing, World Heritage Monument. Only one sculpture college, this village. It teaching for 5 different courses: stone carving, wood carving, bronze, painting and cement architect. All over world exporting and shipping. This village population 25,000. One small village but worldwide very famous of village. Look at front of you this rock. This rock, the real name we called a natural balancing rock.
But now the local people imagination giving to the name Krishna's butter. Because the rock, the front side looking like a butter shape. That's why the local people were giving to the name Krishna's butter ball. This rock standing more than 1500 years without support anything, no connection. The bottom was separate, the top was separate. The top sitting at the bottom only 4 feet. In 18th century, the British government was ruled here. The British government that time thinking the future, the rock will fall down, dangerous to the people. That time 7 elephants tried to push it, couldn't move. Even tsunami, earthquake, cyclone, never. In scientific, in standing in center of gravity. The stone weight 250 ton. So not a man-made, natural. Still, we don't know how to this rock will came here. So now I give the chance to you. Everyone climb up, try to push the rock. The rock will fall down. Your name come to Guinness. Now we are going to the rock. We take a picture. Please careful. The front of the rock, we can't climbing up because it's slippery here. You can climb. Go on climbing up this side. Right side. Then after we will going to see Tirumurti cave there. In the right side, Tirumurti cave there. రెండు యుനെസ്കോ రెండు ఒరే డైనస్టిక్ రెండు ఒరే இப்போ மாமல்லபுரத்தை பார்த்தா 3 டிஃபரெண்ட் லொகேஷன் இங்கே ஒரு ஷோ டெம்பிள் ஃபேர் அதே மாதிரி മോഹൻ കാണുന്നില്ലല്ലോ. ഓരോ പാറകൾക്കും ഓരോ ഷേപ്പാണ്. നോക്കൂ. മഹാമല്ലപുരം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് മഹാമല്ലപുരം, അതാണിപ്പോൾ മഹാമല്ലപുരം എന്നാണ്. മുകളിലൊക്കെ മഹാമല്ലപുരം എന്നാണ്. ആ ഈ റോക്കിന് ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഓരോ ഷേപ്പാണ്. കണ്ടില്ലേ? അതിലേക്ക് പറയാൻ മതിയായിരുന്നു കേട്ടോ. ഒരാട്. ഗ്രൂപ്പിലെല്ലാവരും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്താണ് കേട്ടോ അത്. ഇതൊക്കെ ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ടാവില്ലോ അല്ലേ? ഈ കല്ലിന് ഏകദേശം 6 മീറ്ററോളം ഉയരവും 5 മീറ്ററോളം വീതിയും 250 ടണ്ണോളം വെയിറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മഹാബലിപുരത്തെ ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ നാമം വാൻ ഇരയ്ക്കൽ, അതായത് തമിഴിൽ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആകാശദൈവത്തിൻ്റെ കല്ല് എന്നാണ്. പിന്നെ ഈ കൃഷ്ണാസ് ബട്ടർ കപ്പ് എന്ന് പേര് കൊടുത്തത്, കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന പേര് കൊടുത്തത് 1969 ഒരു ടൂർ ഗൈഡ് ഇന്ദിരാഗാന്ധി, നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അല്ലാതെ അതിന് മുമ്പ് അതിൻ്റെ പേര് ഇങ്ങനെയൊന്നല്ലായിരുന്നു. പിന്നെ 2019 ഒക്ടോബർ 12 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും വന്നിട്ട് അവരുടെ രണ്ടാമത്തെ അനൗപചാരിക ഉച്ചകോടിയിൽ ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാരണം കൊണ്ടും പ്രശസ്തമായ ഈ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ റോക്കിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്.
വേണമെന്നുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് നോക്കാം. എനിക്കറിയില്ല, ഞാൻ തള്ളിയിടാൻ പോകണ്ട. പക്ഷെ അല്ല, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, അതിന് ശേഷം ഇതാ അവിടെ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും തള്ളി നോക്കുന്നുണ്ട്. ആരാ ഗിന്നസ് ബുക്കിൽ കയറാൻ നോക്കാം. അതെ, അങ്ങോട്ട് പോണതിന് പകരം കല്ല് ഇങ്ങോട്ട് വരരുത് കേട്ടോ, പിന്നെ തീർന്നു. അപ്പൊ ഒത്തു പിടിക്കേണ്ടി വരില്ല. ആഹാ, ഇവിടെ തായം കളിക്കാനും വരച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ തായം കളിക്കാൻ, ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വരച്ചിട്ടുണ്ട് ആൾക്കാർ. കണ്ടു നിറയെ പല കളികളും. എന്താ പഴയ കാലത്തെ കളികൾ, പടവെട്ടുകൾ, കുറേ കാര്യങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു മനോഹരമായ പ്രദേശത്തെ വൃത്തികേടാക്കാനും ചിലർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. മലമൂത്രാദികളോട് കൂടിയ പാമ്പേഴ്സൊക്കെ അവിടെ ഊരിയിട്ടേക്കണ കണ്ടു. അതിലൊന്നിൽ ഞാൻ ചവിട്ടും ചെയ്തു അറിയാതെ. അതായത് പാമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, വിസർജ്യം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊക്കെ ഇനി എന്നാ ഇത്തിരി സംസ്കാരം കാണിക്കല്ലേ. അയ്യോ, തുടങ്ങിയ എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റേ. ഒരു മിനിറ്റ് കൂടി, ഒരു പ്രാവശ്യം കൂടി ചേട്ടാ, അത് എനിക്കുള്ള വാട്സപ്പാക്കി ഓഡിയോ നോട്ട് എടുത്താൽ മതി. ചേട്ടാ അത് പാട്ട് ഓഡിയോ എടുത്താൽ മതി. ചേട്ടാ വാട്സപ്പിൽ ഓഡിയോ എടുക്കൂ ചേട്ടാ. സോവനിയർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ പട്ടണ കാഴ്ചകളും കാണാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചേട്ടാ അത് പാട്ട് ഓഡിയോ എടുത്താൽ മതി. In the Tirumurti cave temple, the Pallava dynastic, the first architecture, rock cut cave temple. But this cave temple without pillar. The next place I show you with pillar. The first one Brahma, Shiva and Vishnu. This temple style was South Indian style. This also the 6th to 7th century, 1400 years oldest one. In the middle you can see the Shivalingam is there. Okay. Inside the Shivalingam temple, inside you can go to say Om, you get echo in outside. ഇവിടെയും മനോഹരമായ ശില്പങ്ങളുണ്ട്. ഇവിടെ ഒരു വലിയ ശിവലിംഗം കണ്ട്. കാലങ്ങളെ ജീവിച്ചു കൊണ്ട് നിൽക്കുന്ന കൊത്തുപണികൾ. ഇപ്പോൾ ഇവിടെ പൂജ കർമ്മങ്ങളൊന്നുമില്ല, എന്നാലും ധാരാളം ആളുകൾ കാണാൻ എത്തുന്നു.
പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ നോട്ട്സ് ലഭിക്കുന്നതാണ്. നല്ല പ്രത്യേക ഭംഗിയുള്ള എടുക്കുകൾ. അതിൻ്റെ ഇടയിലും അവിടെ ഭിക്ഷ യാചിക്കാതിരിക്കണവരെയും കണ്ടു ഞാൻ. ഓക്കെ, താങ്ക് യു. പിന്നെ ബാക്കിലൊക്കെ ഇതേപോലെ പാകടെ ഉണ്ട് കേട്ടോ. എവിടെ എവിടെ ഇതാ ഇല്ല, എന്താ പറഞ്ഞേ? ഈ പാക പിളർത്താൻ വേണ്ടി ഹോളുണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ പാക പിളർന്നില്ല എന്നാണ് പറയുന്നത്. മഴയിൽ നടന്നൊക്കെ ക്ഷീണം പറയും. ഇത്രയും നല്ലൊരു കാറ്റ്. ഇതിന്റെ മറ്റേ ഭാഗം എവിടെ? ഇതുപോലെ മുറിച്ചിട്ട ടെമ്പിൾ കല്ലാന്ന് പറയുന്നു. ഇതിന്റെ മറ്റേ ഭാഗം ഏതൊരു അമ്പലത്തിലുണ്ടെന്നും പറയുന്നു. കണ്ടില്ലേ? നിറയെ പാടുള്ള ഒരു കാട്. സാഹസിക പ്രിയരായ ചിലർ ഈ കുത്തനെയുള്ള സ്ലോപ്പിയെ കൂടെ തന്നെ കയറുന്നുണ്ട് കേട്ടോ. ഡിഫൻസ് യൂണിഫോം ഇട്ട ഒരാൾ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കണ കണ്ടു. അദ്ദേഹം ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ വല്ല ഓഫീസേഴ്സാണോ എന്നറിയില്ല. കൃഷ്ണ ബട്ടർ കപ്പിനെ പറ്റി ഇവിടെയും ഫലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും QR കോഡും ഫലകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടെത്തിയതിലൊരു കാര്യം ഇവിടെ കാണാഞ്ഞത് ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്. ഇത്രയും വലിയൊരു പ്രദേശത്തെ ആളുകൾ എത്തുമ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം വെക്കേണ്ടതായിരുന്നു. ധാരാളം ഫോറിനേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. We have a long strong sculpture, Kanjipur temple. So this temple, the king actually dedicated for Lord Shiva. When the work will start at the top, coming to bottom, that time big war, Pallava dynasty, Chalukya. Ganesha. So this temple, the king dedicated Lord Shiva. When the work will start on the top, coming to bottom, that time big war, Pallava dynasty opposite Chalukyas. That time Pallava dynasty stopped the work here. Then Pallavas went to Angkor Wat compound. So the temple inside, we don't have any idol, Shiva idol. Then after 19th century, the local people make a Ganesha, Ganapati statue, put it inside. After the local people fight with the government, get permission. So now worship this. ഒറ്റക്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന കലാവിസ്മയങ്ങൾ, അതൊക്കെ കണ്ട് നമ്മൾ അത്ഭുതം കൂടി നിൽക്കും. വളരെയധികം ടൂൾസുകളോ മറ്റാധുനിക കാര്യങ്ങളോ ഇല്ലാത്ത കാലത്താണ് ഇത് കൊത്തിവെച്ചതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്തായാലും വിസ്മയം കൊണ്ട് ഒക്കെ കലാപരിക്ക് വേണ്ടി നമ്മളെ ശരിയല്ലേ അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. പിന്നെ പ്രകൃതിയുടെ ഇന്ദ്രജാലം. ക്ഷേത്രം മുഴുവനായിട്ട് ആനകൾ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെന്നപ്പോൾ ഹംപിയിൽ ചെന്നപ്പോഴാണ് 1000 ഇതിന്റെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഒരു വിചിത്ര രൂപത്തിലുള്ള പാറയും ഒരു മരവും ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആ മരത്തിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് തോന്നുന്നുണ്ടോ അതിൽ? അതൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഒന്നും പൊട്ടിക്കാണ്ട് തന്നെ മരം തന്നെ പൊട്ടിച്ചതുണ്ടോ കല്ല്? കല്ല് കുത്താണ്ട് മരം തന്നെ പൊട്ടിച്ചു കൊടുത്തു 2 കഷ്ണം. ആ ചേട്ടത്തിനെ പറ്റുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ കേട്ടോ. Rock cut cave temple. But this cave temple without pillar. The next place I'll show you with pillar. rock cut. The first one Brahma, Rock cut Shiva and Vishnu. This temple style was South Indian style. വെള്ളമുണ്ട്, പക്ഷെ കുടിക്കബിളാണ്. 6 to 7 കുടിക്കബിൾ വെള്ളം. 1400 years old. വെള്ളം കൈമ തൊട്ടെന്താ ഉപയോഗിക്കാന്ന് അറിയില്ല, അത്രയും ഡേർട്ടിയാ. അത് കൊത്തി പടന്ന് വെച്ചാലാണ്, അത് ആർട്ടിഫിഷ്യലൊന്നുമല്ല. ചിലരൊക്കെ നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരിപ്പായിട്ടുണ്ട് കേട്ടോ. നല്ല കൊത്തുപണികൾ. ഓരോ കഥകൾ, രാമായണം അതിൻ്റെയൊക്കെ കഥകളാണ് കൊത്തിവെച്ചതെന്ന് പറഞ്ഞു. മുഴുവൻ നമുക്ക് വിസ്തരിച്ച് പറയാൻ സമയമില്ല. കാഴ്ചകളൊക്കെ കണ്ട് തന്നെ അറിയണം. ഇഷ്ടപ്പെട്ടുണ്ട്. ഈ കൃഷ്ണ മട്ടകോളം അതിന് ചുറ്റുപ്രദേശത്തുള്ള ഈ അമ്പലങ്ങളും കാണാൻ വേണ്ടി എല്ലാറ്റിനും കൂടി 40 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. അതൊരിക്കലും ഒരു വലിയ തുകയല്ല. അത്രയധികം കാഴ്ചകൾ നമുക്കവിടെ കാണാനുണ്ട്. കാണാനും പഠിക്കാനും അറിയാനും ഒക്കെ ഉണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രദേശം. നമ്മുടെ പൂർവികരുടെ കരവൈരുതും പ്രകൃതിയുടെ സൗന്ദര്യവും എല്ലാം ചേർന്ന പ്രദേശം. അവിടെ ഗൈഡ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ കുറച്ച് പിന്നിലായിപ്പോയി ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കണ കാരണം. ദൂരെയായിട്ട് ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലും ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണ്. അവിടെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട്. അവിടെയും കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് ഗൈഡ് പറയുന്നതെന്ന് തോന്നുന്നു. ചരിത്രം അധികമൊന്നും അറിയില്ല. പക്ഷേ ഈ കാഴ്ചകൾക്ക് മുമ്പിൽ നമ്മളെല്ലാവരും തലകുലിച്ച് നിന്ന് പോവും. അത്രയും മനോഹരമായ കാഴ്ചകൾ. അതായത് അത്ഭുതം, മനോഹരം എന്ന് പറയല്ല പറയണ്ടേ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ശില്പവേലകൾ. ദശാവതാരം കൊണ്ട് കൊത്തിവെച്ചെന്താണെന്ന് പറഞ്ഞു. ഒറ്റക്കല്ലിൽ ഒന്നും പൊട്ടിക്കാണ്ട് തന്നെ മരം തന്നെ പൊട്ടിച്ചതുണ്ടോ കല്ല്? കല്ല് കുത്താണ്ട് മരം തന്നെ പൊട്ടിച്ചു കൊടുത്ത് 2 കഷ്ണമാക്കി. ഈ കാണുന്നതാണ് വരാഹ ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന കേവ് ടെമ്പിൾ.
അത് വരാഹമണ്ഡപം അല്ലെങ്കിൽ ആദിവരാഹ ഗുഹ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പാറയിൽ വെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഗുഹാക്ഷേത്രമാണ്. ഒരൊറ്റ പാറയിൽ ഇന്ത്യൻ റോക്ക് കട്ട് വാസ്തുവിദ്യയ്ക്ക് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ക്ഷേത്രം. ഇതും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുനെസ്കോ. പിന്നെ ഇതിൽ വരാഹമൂർത്തി ഭൂമിദേവിനെ താങ്ങിയെടുക്കണ പോലത്തെ ഒരു ശില്പമുണ്ട്. പിന്നെ ധാരാളം ശില്പങ്ങൾ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൊത്തുപണികളൊക്കെ നമ്മളെ ഇങ്ങനെ ആകർഷഭരിതരാക്കും. എന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷ വളർത്തും. ശരിക്കും ഇത് നമ്മൾ ഒരു ദിവസം മുഴുവനും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയാലും ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കണ്ടില്ലേ, യുദ്ധം മൂലം പണി പൂർത്തിയാവാത്ത സ്ഥലങ്ങൾ. വെറുതെ തറ മാത്രം കാണാം. പക്ഷേ ഇത്രയും വർഷങ്ങൾ, എത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതല്ല, എന്നിട്ടും യാതൊരു കേടുപാടും ഇല്ലാതെ അതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തന്നെയല്ലേ തോന്നുക. പണ്ടുള്ളവരെ സമ്മതിക്കണം. രണ്ട് സൈഡിലുണ്ട് ഇട്ട് അങ്ങനത്തെ കൊത്തുപണികൾ അറ്റമ്പാലുണ്ട്. നിരത്തുമുണ്ട് കൊത്തുപണികൾ, എല്ലാ സ്ഥലത്തും കൊത്തുപണികളുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ പട്ടണത്തിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെ കാണാം കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകൾ. You can see the Hampi style pillar. You can see the Hampi. Vijayanagara. In Pallava dynasty, 300 AD to 900 AD. In Chola dynasty, 10th to 13th century. Vijayanagara dynasty, 14th century to 17th century. Then after, between time, British government. Look at the second one. Not the first one, second one with the grilled. That is the old lighthouse. That is the Pallava time, 1400 years oldest one. The Pallava time, here we don't have electricity. The top you put a wood in fire, signal for the ship. Orange color, 19th century. British government was built it here. Still function with the electricity. ഇവിടെ നിൽക്കുമ്പോൾ കുറേ ദൂരം വരെ കാണാം കേട്ടോ. പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും കാണാം. വളരെ മനോഹരമായ കാഴ്ചകൾ. പല ഭാഗത്തും ഇങ്ങനെ പണി തീരാത്ത തറകളുണ്ട് കേട്ടോ. ഞങ്ങൾ ബോംബെയിൽ എലിഫൻ്റ് കേവ്സിൽ പോയി. അത് കുറേ സ്റ്റെപ്പ്, 1000 എത്ര സ്റ്റെപ്പ് കയറിക്കണം. ഇതിൻ്റെ ചേറുണ്ടാക്കി നശിപ്പിച്ചാണെന്ന് പറഞ്ഞു. വലിയമ്പലേ ഒരു ഫോട്ടോ എടുത്തു എൻ്റെ ഞാൻ പറയും. Okay.
ഓരോ പാറകൾ കാണുമ്പോഴും ഓരോ മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വരും. ഓരോ ഷേപ്പിലാണ് ഓരോ പാറകളും. പാറകളിൽ വരെ എന്തോ ചിത്രപ്പണി ചെയ്ത് വെച്ചേക്കാണ് പ്രകൃതി. ഞങ്ങൾ ബോംബെയിൽ എലിഫൻ്റ് കേവ്സിൽ പോയി. അത് കുറേ സ്റ്റെപ്പ് 1000 എത്ര സ്റ്റെപ്പ് കയറിക്കണം. ഇത് ഡച്ചുകാരുണ്ടാക്കുന്ന നശിപ്പിച്ചാണെന്ന് പറഞ്ഞു. വെല്ലിയമ്പലേ ഒരു ഫോട്ടോ എടുത്തരും എൻ്റെ ഞാൻ പറയും. ഒരേ പാറകളും കുത്തി ആണ് പാറകൾ. അങ്ങോട്ട് പോവല്ലേ? അത് കുഴപ്പമില്ല, ചാടിക്കോളൂ. ഞങ്ങൾ ഇറങ്ങി ഓക്കെ. അങ്ങോട്ട് പോവല്ലേ? അത് കുഴപ്പമില്ല, ചാടിക്കോളൂ. ഞങ്ങൾ ഇറങ്ങി ഒരേ പാറകളും കുത്തി ആണ് പാറകൾ. ഒരു ഫോട്ടോ കുട്ടി. ഇതൊന്ന് സൂക്ഷിച്ച് നോക്കൂ. ഓരോ കല്ലിലും ഓരോ ശില്പകലയുള്ള പോലെ നോക്കൂ. അത് അവിടെ വെച്ചൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ നോക്കുമ്പോഴാണ് ഞാനത് കണ്ടെത്തി പിടിക്കണേ. എന്തൊക്കെയോ രൂപങ്ങൾ കുത്തിവെച്ച പോലെ ഉണ്ട്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കതൊന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. എല്ലാം എന്തൊക്കെയോ ഭംഗിയുള്ള ശില്പങ്ങൾ, ചെറിയ ചെറിയ ശില്പങ്ങൾ പോലെയുണ്ട്. കണ്ടില്ലേ? അത് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാം കാണുമായിരിക്കും. നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ പോണത്. അതായത് ഓരോ കല്ലും ഓരോ മരവും സൂക്ഷിച്ച് നോക്കിയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നതാണ് സത്യം. അങ്ങനെ ഇറങ്ങുള്ളൂ. ഒരു ഫോട്ടോ കൂട്ടി. ഇന്നത്തെ മഹാബലിപുര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇതിനേക്കാൾ മനോഹരമായ കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അടുത്ത് തന്നെ എത്തുന്നതാണ്. വീണ്ടും കാണുന്നത് വരയ്ക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.